ഇന്ന് നമുക്കൊരു കിടുക്കാച്ചി അടിപൊളി ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ ഈ ചിക്കൻ ടിക്ക മസാല ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി മാത്രം കഴിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ നമുക്കതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. 1 കിലോ ചിക്കൻ നല്ല ഫ്ലഷി ആയിട്ടുള്ള പീസസ് എടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു വലിയ 2 ടേബിൾ സ്പൂൺ ഫുള്ള് കാശ്മീരി ചില്ലി പൗഡർ ആദ്യം ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു പാകത്തിന് ഉപ്പിട്ടു. ഈ 1 കിലോയ്ക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഞാൻ അവസാനം ബാക്ക് സൈഡിൽ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി 2 ടേബിൾ സ്പൂണും കൂടി. പിന്നെ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചത് കേട്ടോ, അരച്ച ഇഞ്ചിയും അതുപോലെ തന്നെ ചതച്ച വെളുത്തുള്ളി, കുറച്ചും കൂടി ഇഞ്ചിയേക്കാൾ കൂടുതൽ വേണം, ഒരരയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതും മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് സമയം. മഞ്ഞൾപ്പൊടി വേണം, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ട് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കേട്ടോ, ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കട്ട കുത്താണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ മല്ലിപ്പൊടിയും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വേണം കേട്ടോ. ഞാൻ മുക്കാലായിട്ട് 2 ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ചെറിയ ജീരകം കേട്ടോ. നമ്മൾ സാധാരണ ബാക്കി ബട്ടർ ചിക്കനോ ചില്ലി ചിക്കനോ ഒന്നും ഉണ്ടാക്കുമ്പോൾ അധികം ആഡ് ചെയ്യാത്തൊരു സാധനമാണിത്. 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ ഈ ചെറിയ ജീരകം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. ക്രഷ് ചെയ്താലും പൊടിച്ചാലും കുഴപ്പമില്ല, അത് ചേർക്കണം കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മൾ തൈര് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ പോലത്തെ കേടാണെങ്കിൽ വളരെ നല്ല തിക്കായിട്ടുള്ള ഒരു കൂട്ടിങ് കിട്ടും കേട്ടോ. ചിക്കൻ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ മറ്റേ ഭാഗത്തും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കേട്ടോ. കാശ്മീരി ആകുമ്പോൾ നല്ലൊരു തിക്നെസ്സും വരും. ആ ബാക്കിയുള്ള 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, ഞാൻ ആദ്യം 3/4 ഇട്ടല്ലോ, ഇപ്പോഴും 3/4 ഇട്ടു. അങ്ങനെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് മൊത്തം വേണ്ടത് കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് പിഴിയണം. ആദ്യം ഒരു ഹാഫ് നമ്മൾ പിഴിഞ്ഞു, പിന്നെ മറ്റേ ഹാഫും കൂടി ഫുള്ള് ഇങ്ങനെ ചുറ്റും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കണ വിധത്തിൽ ഇങ്ങനെ നന്നായി പരത്തി സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ ആക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഒഴിക്കേണ്ടത് ഓയിലാണ് കേട്ടോ. ഓയിൽ നമ്മൾ വളരെ കുറച്ചൊന്നും ഒഴിച്ചാൽ പോരാ, ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഓയിൽ ഒഴിക്കണം കേട്ടോ. ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാൻ ഓയിലും കൂടി ഒഴിച്ചു കണ്ട. എന്നിട്ട് ഓയിലും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ഫുള്ള് കുഴച്ചു. പിന്നെ അതിന് ശേഷം ഒരു 2-3 ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു റീഫൈൻഡ് ഓയിൽ വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. അങ്ങനെ ആ ഓയിലും കൂടി തേച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടോ. നന്നായി കുഴച്ചതിന് ശേഷം അത് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. തീരെ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും വെക്കുക. പിന്നെ നമ്മൾ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കടായി എടുക്കുക കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ അല്ല വേണ്ടത്, ഒരു പരന്ന കടായി എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ആ സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്തു കേട്ടോ. എന്നിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോരോ പീസായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്യണം കേട്ടോ. ഈ ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്ന പോലെ. ഇനി ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ലും ചെയ്യാം. ഇങ്ങനെ ലൈറ്റായിട്ടൊരു ഓയിലിൽ കുറച്ച് ഓയിൽ മാത്രം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഷാലോ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. 2 ഭാഗം കുറേ സമയം ഇപ്പം തന്നെ ഇട്ട് മറക്കരുത്. ഒരു ഭാഗം ഒന്ന് ഫുൾ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഓരോരോ പീസായിട്ട് വേണം കേട്ടോ ഇടാൻ. ഒന്നായിട്ട് ഇങ്ങനെ ഇടുകയും ചെയ്യരുത്. ഓരോരോ പീസായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി എണ്ണയിൽ തട്ടുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ വെക്കണം കേട്ടോ. തീ കുറച്ച് വെക്കണം. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ എല്ലാ പീസുകളും ഓരോരോ പീസായിട്ട് ഇങ്ങനെ മറിച്ചിടുക. അങ്ങനെ വീണ്ടും ഒരു 10 മിനിറ്റ് മറ്റേ ഭാഗം ഒന്ന് വേവാൻ എടുക്കട്ടോ. അങ്ങനെ 2 ഭാഗവും നമ്മൾ നന്നായി വെന്ത് കഴിയുമ്പോൾ അത് നമ്മൾ കോരിയെടുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ആദ്യം നമ്മളൊരു ചിക്കൻ ടിക്ക പോലെ ഉണ്ടാക്കുകയാണ്. ഇതിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈനേക്കാളുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ തൈര് നമ്മൾ കുറച്ച് കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ കോൺഫ്ലോർ ഒന്നും കൂട്ടുന്നില്ല. നമ്മൾ ചെറിയ ജീരകം നമ്മൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും സാധാരണ ചിക്കൻ ഫ്രൈയിൽ അധികം ചേർക്കാറില്ലല്ലോ. പെരുംജീരകമൊക്കെ അല്ലേ നമ്മൾ ചിക്കൻ ഫ്രൈ സാധാരണ 65 ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത്. അതുപോലെ സോസുകളൊക്കെ ചേർക്കും, ചില്ലി ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇതിൽ സോസുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പകരം നമ്മൾ ചേർക്കുന്നത് ഈ ചെറിയ ജീരകം, അതാണ്. പിന്നെ മല്ലിപ്പൊടിയൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത്. പെരുംജീരകമൊന്നും ഒട്ടും ചേർക്കുന്നുമില്ല. ഇങ്ങനെ ഒരു ഭാഗം ഫുള്ള് നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ഭാഗം നമ്മളൊന്ന് മറിച്ചിട്ടു. ഇത്രയും വെന്താൽ മതി കേട്ടോ. ഒരു ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ ഇട്ടിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരിങ്ങനെ ഡാർക്ക് കളറായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മറിച്ചിടുക. ഇത് 2 ഭാഗവും ഏകദേശം ഒരേ മൂപ്പാകുമ്പോൾ നമ്മൾ കോരി വെക്കണം കേട്ടോ. ഈ മാരിനേഷനിൽ നല്ല കാര്യമുണ്ട്. അതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിൽ നന്നായി ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഓയിൽ നമ്മൾ 2-2.5 ടേബിൾ സ്പൂൺ നമ്മൾ ഓയിലും കൂടി ചേർത്തിട്ടാണ് കുഴച്ച് വെക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ആ ജീരകവും ചെറിയ ജീരകമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇങ്ങനെ നമുക്ക് അടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഏകദേശം എല്ലാം അതൊന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റണം. എന്നിട്ട് നമ്മളിനി ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ആ ഗ്രേവിയിൽ ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്നും കൂടി ലാസ്റ്റ് ഗ്രേവിയിലിട്ട് ഒന്നും കൂടി വേവിക്കും.
ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ റെഡി ആയത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 4 വലിയ സവോള, ഏറ്റവും നല്ലത് പൊടി പൊടിയായി അരിയുന്നതാണ് കേട്ടോ. പൊടി പൊടിയായി അരിയാൻ സമയമില്ലാത്ത കാരണം ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുകയാണ് ചെയ്തത്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ നന്നായി അരിഞ്ഞു പോരുത്. മിക്സിയിലിട്ട് നന്നായി അരിഞ്ഞു പോയാൽ പിന്നെ ഉള്ളിയുടെ നീര് ഫുള്ള് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം വഴറ്റേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പൊടി പൊടിയായി അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ സവോള ഒന്ന് ഇളക്കിയിട്ട്, ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം കൺസംഷൻ കുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഓരോ ടീസ്പൂണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു കേട്ടോ ഈ സവോള വഴറ്റുന്നതിലേക്ക്. എന്നിട്ട് ഇതിൽ ഒരാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇങ്ങനെ വഴറ്റിട്ടോ. കുറച്ച് കൂടുതൽ സമയം വഴറ്റണം. പിന്നെ കുക്കറിലല്ല, കടായിലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സമയം നമ്മളൊരു 15 മിനിറ്റോളം തന്നെ വഴറ്റേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളറൊക്കെ മാറി വന്നു. കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ച് മതി. ഇവിടെ വീണ്ടും നമ്മൾ ആ ഗ്രേവി ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകം ക്രഷ് ചെയ്തത് ഇടണം കേട്ടോ. ഇതിൻ്റെയൊക്കെയുള്ള ഈ ടിക്ക മസാലയുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഈ ചെറിയ ജീരകം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായി കുറച്ച് നേരം കൂടി ഒന്നിങ്ങനെ വഴറ്റി, അങ്ങനെ വഴന്ന് വരുമ്പോൾ പിന്നെ നമ്മൾ അടുത്തതായി ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു വലിയ 2 തക്കാളി നമ്മൾ നന്നായി മിക്സിയിൽ അടിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് ഫുള്ള് നമ്മൾ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കംപ്ലീറ്റ് കഴുകി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക കേട്ടോ. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ ഇളകി വരുമ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ തീയൊന്നും കുറച്ചിട്ടില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു 5 മിനിറ്റോളം. എന്നിട്ട് നമുക്ക് പിന്നെ ഇത് കുക്കർ മൂടിയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ വേവിക്കാൻ വേണ്ടിയാണ് കുക്കറാക്കിയത് കേട്ടോ. മറ്റേ കടായി ആണെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയൊക്കെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. എന്നിട്ട് ഇങ്ങനെ തീ കുറച്ച് വെച്ച് മൂടി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 1/4 മുതൽ അര വരെ ഉള്ള ഒരു ടീസ്പൂണിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വീണ്ടും നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം കേട്ടോ. ഈ 1 കിലോ ഇറച്ചിയിലേക്ക് ഇങ്ങനെ ഹാഫ് ഞാൻ ഇട്ടു. പിന്നെ വീണ്ടും കാശ്മീരി മുളക് പൊടി വേണം, ഈ നിറമൊക്കെ നന്നായി കിട്ടണമല്ലോ. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ വേണം കേട്ടോ. ഹാഫ് ആക്കിയിട്ടാണ് കേട്ടോ. അതൊരു വലിയൊരു ഫുൾ ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടിയുള്ള ആ മിക്സിലേക്ക് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായി ഇളക്കി ചേർക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരിച്ചിരി വെള്ളം കൂടി ചേർക്കണം. കാരണം നമ്മൾ കുക്കർ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പം ഇനി അടി പിടിക്കുക, കരിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം മതിയാവും. ഒരു 1/2 കപ്പോളം നമ്മൾ ഇതിലേക്ക് കുറച്ച് നേരം ഒന്നിങ്ങനെ വഴറ്റിയതിൻ്റെ ശേഷമാണ് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ചേർക്കണം കേട്ടോ. അത് പറയാൻ മറന്നു. ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ വഴറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ കുക്കർ മൂടി വെക്കാൻ പോകുന്നത്. വെള്ളമൊക്കെ ചേർത്തിട്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ആ വെള്ളം ചേർത്തതിൻ്റെ ശേഷം എല്ലാം ഫുള്ളൊന്നിങ്ങനെ അടിയിൽ കൂടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇളക്കണം. കംപ്ലീറ്റ് എല്ലായിടത്തും ഒന്ന് നന്നായി ഇളക്കിയിട്ട് പിന്നെ നമ്മൾ കുക്കർ മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് മൂടിയിട്ട് നമ്മൾ പിന്നെ തീ എപ്പോഴും കുറക്കണം. തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ കിടന്ന് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് ആ മസാലയൊക്കെ നന്നായി വെന്ത് അപ്പോൾ ആ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ പോയി ആയിട്ട് വേണം നമ്മൾ ഓഫാക്കാനായിട്ട്. എന്നിട്ട് ഓഫാക്കി നമ്മളിങ്ങനെ തുറക്കുമ്പോൾ നല്ല അടിപൊളിയൊരു മണം വരും കേട്ടോ. കറക്റ്റായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ടിക്ക മസാലയുടെ ഒരു സ്മെല്ലാണ് വരിക. നമ്മൾ ആ കുക്കർ ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ആ ചെറിയ ജീരകമൊക്കെ ഇട്ടത് കാരണേ ഒരു പ്രത്യേക നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇങ്ങോട്ട് വരും കേട്ടോ. ഇത് നന്നായി ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണം നമ്മൾ ഈ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ടിക്ക ഉണ്ടല്ലോ, ആ ചിക്കൻ ടിക്ക നമ്മൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഫുള്ള് നന്നായി ഒന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും നല്ല കൂട്ടിങ് ആയിട്ട് ഈ മസാല ഇങ്ങനെ വരണം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ കുക്കർ മൂടി വെച്ച് വെയിറ്റ് ഇടരുത് കേട്ടോ. വെയിറ്റ് ഇടാണ്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കൂടി കിടന്നോട്ടെ. ഇതൊരു സ്ലോ കുക്കിംഗ് ആണെങ്കിലാണ് ശരിക്കും ടിക്ക മസാലയ്ക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ടൈം കുറച്ച് മതി. ഒരു 10 മിനിറ്റ് ആദ്യം മൂടി വെച്ചതും ഇപ്പോഴും ഒരു 10 മിനിറ്റോളം നമ്മൾ മൂടി വെക്കുക. ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെയുള്ള ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഇതിൽ. ഇനി ഇതിൻ്റെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സാധനങ്ങളിലൊക്കെ ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ നമ്മുടെ കസൂരി മേത്തി, ഉലുവയുടെ ഇല പൊടിച്ചത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഇടേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണ് കസൂരി മേത്തി ഇതിലേക്ക് വേണം കേട്ടോ. ആ കസൂരി മേത്തി നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ച് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക.
ഫുള്ളൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് കൂടി, ഏകദേശം ഒരു 5 മിനിറ്റോളം തന്നെ നമുക്ക് വീണ്ടും ആ കസൂരി മേത്തിയുടെ മണം കൂടി ആ ചിക്കനിലേക്കും ഗ്രേവിയിലേക്കും ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് വീണ്ടും മൂടിയിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ വെക്കുക. വെയിറ്റ് ഒന്നും ഇടണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ വെറുതെ മൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കസൂരി മേത്തിയുടെയും കൂടി മണം വന്ന് എണ്ണയൊക്കെ കണ്ട് ഒന്നും കൂടി ഇങ്ങനെ തെളിഞ്ഞ് വന്ന് ഭയങ്കര ഒരു സൂപ്പർ അട്രാക്റ്റീവ് സാധനമായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാനുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്രഷ് ക്രീം കേട്ടോ. ഈ ഫ്രഷ് ക്രീം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പാല് വേണമെങ്കിലും ചേർക്കാം. ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഞാൻ ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തു കേട്ടോ. ഒരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കണ്ടോ ഗ്രേവി കണ്ടില്ല, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഗ്രേവിയാണ് കേട്ടോ. ഈ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീം എല്ലായിടത്തൊന്നും ചിലപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. വീട്ടിലില്ലാത്ത സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് പാലൊഴിച്ചാലും മതി കേട്ടോ. മിൽമയുടെ പാലാണ് ഞാൻ ഒഴിച്ചത്. പാലൊഴിച്ചാലും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കാവും, നല്ല ടേസ്റ്റി ആവും. ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ്. ഓവർ ലൂസ് ആവാതിരുന്നാൽ മതി ഗ്രേവി. ഫ്രഷ് ക്രീം ആകുമ്പോൾ കുറച്ചും കൂടി തിക്കായിരിക്കുന്നല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഗ്രേവി ഓൾറെഡി നല്ല കുറുകിയിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ മിൽക്ക് ഒഴിച്ചിട്ടും നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു. അവസാനം ഒരു പിടി മല്ലിയിലയും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ ടച്ചും കൂടി തീർന്നു. ആ ലാസ്റ്റായിട്ടുള്ള ഗരം മസാലയും മല്ലിയിലയും കൂടി ചേർന്നപ്പോൾ ഒന്നും കൂടെ മല്ലിയിലയും കൂടി ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ എന്ന് വെച്ചാൽ മല്ലിയിലയുടെയും കൂടി ഒന്നും മണം ഇറങ്ങട്ടെ. എന്നിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞ് ഓഫാവാൻ നേരത്തെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയില അതിൻ്റെ മുകളിൽ വെതറിയിടുകയും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി സെർവ് ചെയ്യാൻ റെഡിയാണ് നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ല അടിപൊളി കോമ്പിനേഷനാട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഗസ്റ്റ് വരുമ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീട്ടിലും ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. സാധാരണ എപ്പോഴും ഒരു നോർമൽ ചിക്കൻ കറിയിൽ ഉണ്ടാക്കണം, ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പൊറോട്ടയുടെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗീ റൈസാണ്. അപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ നമുക്ക് ഈ ടിക്ക മസാല എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ഗീ റൈസൊക്കെ ഓൾറെഡി പ്ലേറ്റൊക്കെ നമ്മൾ വിളമ്പി എന്നിട്ട് നല്ലൊരു പീസ് ചിക്കണും കുറച്ച് പിന്നെ ആ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആ ടിക്ക മസാലയുടെ കുറച്ച് ഗ്രേവിയും ഒക്കെ നമുക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പാട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ കുറച്ച് ചാറും വേണമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രേവിയും കുറച്ചെടുത്തിട്ട് ആ ഗീ റൈസിൻ്റെ ഒക്കെ മുകളിൽ ഒഴിച്ചിട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു പീസൊക്കെ കട്ട് ചെയ്ത് പിച്ചെടുത്തിട്ട് അതിന് കുറച്ച് ഗ്രേവിയും ഒക്കെ കൂടി കൂട്ടി കുഴച്ച് ആ നെയ്ച്ചോറൊന്നും ഇങ്ങോട്ട് കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം.